ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൺ മണീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു കലക്കൻ 2 ചമ്മന്തി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. എൻ്റെ ഫേവറേറ്റ് ചമ്മന്തിയാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ 2 സ്പൂണോളം മുളക് പൊടി എടുത്ത് ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയോ ഉള്ളിയോ ഏതാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. സവാളയാണ് ഇട്ടിരിക്കുന്നത്. അതിടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണത് ഏറ്റവും നല്ലതാണ്, നല്ല രസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. സവാള ഇട്ട് കൊടുത്തു. അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞിതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ് വെളുത്തുള്ളി, 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 2-3 സ്പൂൺ വിനാഗിരി ഒഴിക്കുക. അതിൻ്റെ പുളി ഒട്ടും കൂടുതലാവില്ല. അത് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. അധികം കട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വിനാഗിരിയോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഉപ്പ് പാകമാണോ നോക്കുക. ലൂസായിരിക്കുന്നതും നല്ലത് തന്നെയാണ്. ആ ചമ്മന്തി കട്ടിയിൽ വേണേലും ആക്കാം, ലൂസായിട്ടും ആക്കാം. കുറച്ചും കൂടി വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ചും കൂടി ലൂസായി കിട്ടണമെന്ന് തോന്നി. നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ചമ്മന്തി റെഡിയാണ്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ തേങ്ങ അരച്ച് വയ്ക്കണ കറികളുടെ കൂടെ, ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും ആ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അതെല്ലാം കൂടി ഇരുന്ന് സെറ്റായി കഴിയുമ്പോൾ നല്ലൊരു രുചിയുണ്ട്. ഞാൻ എപ്പോഴും തേങ്ങ അരക്കണ കറികളുടെ കൂട്ടത്തിൽ ഇതും ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. നമ്മുടെ മുളക് പൊടി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സവാള ചമ്മന്തി ഉണ്ടാക്കാം. അതിനായിട്ട് 2 സവാള ഞാൻ അരിഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി അടിച്ചെടുക്കാം. സവാള ഒരുവിധം അരിഞ്ഞു കഴിയുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി, ഒട്ടും അധികം ആവില്ല. അതിട്ട് ഒന്നുകൂടി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. നന്നായി സവാള അരിഞ്ഞു കിട്ടും. അതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസായി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിക്കണം. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ നന്നായി യോജിപ്പിച്ചെടുക്കാം. ഈ ചമ്മന്തി നമുക്ക് ഇഡ്ഡലി, ദോശ, അങ്ങനെയുള്ള അപ്പം എല്ലാത്തിനും കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് ഹോട്ടലുകളിലൊക്കെ കിട്ടണ കൂട്ടുള്ള ചമ്മന്തിയാണിത്. അത് നന്നായി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ സവാള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ്. പക്ഷേ എനിക്ക് ഇതിനേലും ഇഷ്ടം എൻ്റെ മറ്റേ മുളക് പൊടി ചമ്മന്തി ആട്ടാ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ചമ്മന്തികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ചമ്മന്തി ആട്ടോ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ. നമ്മുടെ ചമ്മന്തികൾ റെഡി ആയിട്ടുണ്ട്. ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഓക്കെ, താങ്ക് യു.